നമ്മുടെ സാബിർത്താനല്ലേ ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ. കണ്ട ആളുകളെല്ലാം സെൽഫി എടുക്കല്, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കല്, കെട്ടിപ്പിടിക്കല് വരെ ഉണ്ട്. നിങ്ങൾ നോക്ക് ചങ്ങായിമാരെ, ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും തട്ടി മാറ്റി പോകരുത് കേട്ടോ. സാബിർത്തയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് എത്രത്തോളം കറക്റ്റ് എന്നില്ലേ ഞാൻ പറയാണ്ട് തന്നെ ഇല്ല. സാബിർത്താൻ്റെ സ്റ്റാർട്ടിങ് എന്നല്ലേ നമ്മൾ കേൾക്കണം കേട്ടോ. നിങ്ങൾ മറന്നോണ്ടാ. ഇതാ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ് മാഷാ അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. അതെന്താ ഒരുപാട് ആള് കാണാൻ കാത്തിരിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നേരം കണ്ടില്ലെങ്കിൽ പിണങ്ങി ഞാൻ നിൽക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു നേരം കണ്ടില്ലെങ്കിൽ ഫോൺ കോള്, വാട്സപ്പ് കോള് ഒക്കെ വരും. ഇപ്പം പുറത്തിറങ്ങിയാൽ കംപ്ലീറ്റും സാബിത്താന സെൽഫിയാണ്, ഷെയ്ക്കാൻഡാണ്, കെട്ടിപ്പിടിക്കുന്നത്, ആലിംഗനം ചെയ്തവർ ഭയങ്കരം സാബിത്താക്ക് ഇപ്പം പുറത്തിറങ്ങിയ ഭയങ്കരമായ ഒരു എന്താ പറയുക നിങ്ങളോട് സന്തോഷാണ്. ജനങ്ങൾ നമ്മളെ സ്വീകരിച്ചിട്ട് അതൊന്നും പറയല ഞാൻ വന്നത്. അപ്പൊ ഈ പ്രാവശ്യം സാബിർത്ത എന്തുകൊണ്ട് ഇലക്ഷനായിട്ട് സാബിർത്ത നിന്നിട്ടുണ്ടായിരുന്നുണ്ടല്ലോ, ശരിക്കും വിജയിക്കട്ടിനും. നിങ്ങൾ അവിടുത്തെ നാട്ടിലത്തെ ആൾക്കാർ സാബിർത്താനെ പരിഗണിക്കണമായിരുന്നു കേട്ടോ. സാബിർത്താനെ ഞാൻ കണ്ടിന്, പിന്നെ ഇത് കേപ്പെല്ലാം ഇട്ടിട്ട് ജയ് വിളിക്കുന്നെല്ലാം കണ്ടിരുന്നു. പക്ഷെ മത്സരത്തിന്റെ ഇത് സ്ഥാനാർത്ഥിയായിട്ട് വെക്കണമായിരുന്നു. കേട്ട് കൂട്ടു നിൽക്കുന്ന ആളെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു 75% ആൾക്കാർക്കും ഇഷ്ടം. തന്നെ നിങ്ങൾ പറയുന്നത് സാബീതാ തൊള്ളുന്ന് ഹറാമല്ലേ, സാബീതാ വായിന്ന് ഹറാമല്ല, ദീനിനെ പറയിപ്പിക്കുകയാണോ ഇസ്ലാമിനെ പറയിപ്പിക്കുകയാണോ എന്നൊക്കെ നിങ്ങൾ പറയുന്നു. എന്നാൽ അതെന്തിന് നിങ്ങൾ അങ്ങനെ പറയുന്ന കാരണം വെച്ചാൽ അത് മഹാ തെറ്റുകൾ ചെയ്താൽ മാത്രമേ പറയൂ. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? ഇത് ഈ സ്ഥലത്ത് മാത്രല്ലേ ഇത് ഭൂരിപക്ഷം സ്ഥലത്ത് നടക്കുന്നത് തന്നെയായിരുന്നു. പക്ഷെ അത് അതിന്റെ ആൾക്കാർ കണ്ടില്ല കേട്ടില്ല വിട്ടേക്കുന്നതാണ്. പിന്നെ പള്ളിക്കും മദ്രസക്കും കൊടുക്കുന്ന പൈസ പക്ക ഹറാമായ പൈസയാണെന്നും പല രീതിയിൽ ഉണ്ടാക്കിയ പൈസ ആണെന്നും അറിയാം. പക്ഷെ അതെല്ലാം കണ്ണടച്ച് കളിയാ, ചെവിയങ്ങ് കൂട്ടിക്കളിയാ, എന്നിട്ട് പൈസ വാങ്ങിയിട്ട് പള്ളിക്കും കമ്മിറ്റിക്കും എല്ലാം എടുക്കുക. ഇതറിയാ ഹറാമായ പൈസയാണ്. പക്ഷെ ഇന്ന് ഹറാമായ പോലെ കൂടിയ മക്കളെ ഇപ്പൊ ഈ വാക്ക് സ്ഥാപിത പറയുന്ന പള്ളി കമ്മിറ്റിക്കുമായിട്ടൊരു പോയിന്റ് ആണുള്ളത് പറയുന്നത്. പക്ഷെ എന്താല്ലേ സാബിർത്താക്ക് നിങ്ങളെല്ലാവരും ഡാൻസ് കളിക്കുന്നതാക്കുന്നു. സാബിർത്താക്ക് മാഷാ അല്ലാഹ് നല്ല അറിവുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ് നല്ല ആൾക്കാരുടെ ആള് കുറവായിരുന്നു ഇന്നത്തെ കാലഘട്ടം. അതുകൊണ്ടല്ലേ ലേശം വേളന്മാർ പറയുന്നത് കേൾക്കാത്ത. ഇത് നിങ്ങൾ കേക്ക് മക്കളെ കേക്ക്. ഞാനും കള്ളത്തരത്തിന് കൂട്ടിയാൽ നിൽക്കൂല. ഞാൻ എവിടെയുണ്ടോ സത്യം അത് ഞാൻ പറയും. ഇസ്ലാമികപരമായിട്ട് ഇപ്പൊ എവിടെ സത്യം തുറന്ന് പറയണമെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ സാബിർത്ത തന്നെ വരണം. നിങ്ങളില്ലേ കള്ളത്തരം, അത് ഞാൻ തുറന്നു പറയും. ഞാൻ എവിടെയാണ് തുറന്നു പറയും. എന്താണ് കള്ളു കേൾക്കും? എന്തിപ്പാ ഇല്ല പോയില്ല. ഒരു മതപണ്ഡിതന്റെ കണ്ണീരാണ് നിങ്ങളിപ്പോ കണ്ടിട്ടുള്ളത്. ആ മനുഷ്യൻ ഇതാരാണ്? ഒരു പള്ളിയിലെ ഖത്തീബാണ്. മനസ്സിലായോ? ആ പള്ളിയിൽ എന്തൊക്കെയോ ഇസ്ലാമിൽ ഇണക്കാത്തത് നിങ്ങൾ മാധ്യമത്തിൽ വന്നിട്ട് കംപ്ലീറ്റ് ജനങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ കാണാത്തവരോടും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് പള്ളിയിലെ ഖത്തീബാണ്. ഈ ഖത്തീബ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ, ദീനിൽ നിരക്കാത്ത സംഭവങ്ങൾ കണ്ടതുകൊണ്ട് ഉസ്താദ് അത് തുറന്നു പറഞ്ഞപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാർക്ക് പിടിച്ചില്ല. ഈ വീട് നമ്മൾ ഒരുപാട് കണ്ടിന് സാബിർത്ത. പക്ഷെ അടുത്ത സംഭവം എന്താണെന്ന് ആരും വ്യക്തമാക്കിയില്ല. പക്ഷെ നിങ്ങൾ പറയുന്നത് അവിടെ എന്തോ സംഭവം നടന്നിന്, അത് അവിടുത്തെ ഖത്തീബ് പിടിച്ച് അതുകൊണ്ട് ഖത്തീബിനെ പുറത്താക്കിയെന്ന്. അപ്പോൾ സാബിർത്താക്ക് അറിയാം ഇതിനെ പറ്റിയിട്ട്. നിങ്ങൾ എന്ത് വിചാരിക്കും? സാബിർത്ത എല്ലാ ന്യൂസും സാബിർത്താക്ക് മാഷാ അല്ലാഹ് കിട്ടുന്ന കേട്ടോ. സാബിർത്ത ദ ഗ്രേറ്റ്
പിടിച്ചില്ല. ആ ആ നേരം കൊണ്ട് തന്നെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് നിങ്ങളമ്മ പറ്റ പോക്കാണ് ഞാൻ വീട്ടിൽ തിരിച്ചു വിടുന്നത്. അയ്യന്മാരെ കണ്ണീര് നോക്കും. അപ്പൊ ഇങ്ങോട്ട് നോക്ക്. അപ്പം പള്ളിയിൽ വെച്ച് ദീനിന് നിരക്കാത്തത് ചെയ്യാ സാബീതാക്ക് തുള്ളിക്കൂടാ. നിങ്ങൾ മനസ്സിലാക്കണോ, വേളന്മാർ പറയുന്നുണ്ടല്ലോ, ദീനിനെ പറയിപ്പിക്കല്ല, ദീനിനെ അങ്ങനെ ആക്കല്ല, വീട്ടിലാളില്ല നാട്ടിലാളില്ലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ഡാൻസ് എന്താ ഡയലോഗ് എന്നിട്ട് സാബിർത്താൻ. ഇതാണ് സാബിർത്താക്ക് എനർജി നൽകുന്നുള്ളത്. സാബിർത്താൻ ലൈവിൽ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ സാബിർത്താൻ്റെ വാക്കുകൾ കേൾക്കാനും വേണ്ടിയിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജനങ്ങളുണ്ട്. അതാണ് ഈ ഒരു വിഷയത്തിനല്ല ഒരുപാട് പണ്ഡിതന്മാർ വരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ശരിക്കും ഇതിനെ പറ്റിയിട്ട് പറഞ്ഞത് സാബിർത്തല്ലാണ്ട് വേറെ ആരുമില്ല കേട്ടോ. ഞാൻ പല രീതിയിലും തോന്നിയാസം കെട്ട് നടന്നതിനല്ല, പല ആണുങ്ങളെയും പിടിച്ചഴിഞ്ഞാടിയിട്ട് യൂട്യൂബിൽ ഇട്ടതിനല്ല, സാബീത്ത് റീൽസ് കളിച്ചതിന്, സ്വയം തടിയോടെ റീൽസ് കളിച്ചതിന്. ഇങ്ങോട്ടോ വേളന്മാർ പറയും അത് ദീനിനെ ദീനിനെ പറയിപ്പിക്കല്ല, ദീനക്കാതെ പറയല്ല, ഹലാല ഹറാമ. ഇങ്ങോട്ടൊക്കെ ഇതിപ്പെന്നാ പറഞ്ഞേ, ഇതിപ്പെന്തെന്നാ പറഞ്ഞ, ഇതാ പള്ളിയിലെ ഹത്തീബാണ്, പള്ളിയിലെ ഹത്തീബാണ്. കരഞ്ഞു വീഴുന്ന തുള്ളി വെള്ളം എവിടെയാണ് വീഴുന്നത്? പള്ളിക്കകത്തും പരിസരത്തും. എവിടെയാണ് വഞ്ചന നടന്നത്? തുള്ളിക്കച്ചിട്ടാ വേളം മാറ ഇങ്ങോട്ടാ, വേളം മാറ കഴുത്ത് പിടിച്ച് ഞക്കട്ടെ, വേളം മാറ ഇങ്ങോട്ടാ. ഇത് പള്ളിയിലല്ലേ, അവിടെ എന്ത് നടന്ന്? ഉസ്താദ് പെൺകുട്ടികളെ പിടിച്ചതല്ല, കട്ടതല്ല, ഉസ്താദ് ഒന്നുമല്ല ചെയ്തേ. അവിടെ നടക്കുന്ന എന്തോ പള്ളിയിലേക്കുള്ള സംഗതി മദ്രസയിലേക്ക് ചെയ്യേണ്ട അത് എന്താണ് സാബിത്ത? അവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. എന്ത് സംഭവം നടന്നിട്ടുണ്ടെന്ന് എന്തുകൊണ്ട് അത് പുറം ലോകം കാട്ടിക്കുന്നില്ല? സാബിർത്ത അതിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കണം സാബിർത്ത, എന്നിട്ട് ജനങ്ങളെ മുൻപിലേക്ക് എത്തിക്കണം. ഇതൊക്കെ ഉണ്ട്. അതിൽ ദീനിന് നിരക്കാത്ത, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത, ദീനിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഹത്തീബായ ഉസ്താദ് കണ്ടു. ആ ഉസ്താദ് അവിടെയുള്ള കമ്മിറ്റിക്കാരോട് പ്രതികരിച്ചു, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് നമ്മുടെ ദീൻ നിരക്കാത്തതാണ്, ഹറാമാണ്, കുറ്റമാണെന്നൊക്കെ ഉസ്താദ് പറഞ്ഞതിന്റെ പേരിൽ പിരിച്ചുവിട്ട് അന്നേരം വിളിച്ച് പുരയിലേക്ക് വിളിച്ചു പറഞ്ഞ് നിങ്ങളവിടെ പറ്റൂല, നിങ്ങളെ മോനെ അവിടെ പിടിച്ച് പിരിച്ചു വിടുന്നാണ്. ഇതിപ്പോ എല്ലാ വാർത്തകളും വന്ന കണ്ടില്ലേ? കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ടൊക്കെ വേളം മാറാ സാബീത്തെ തുള്ളിക്കളിച്ചാ ദീനിന് നിനക്കാത്തത്. ഇങ്ങോട്ടൊക്കെ സാബീത്തെ തുള്ളിക്കളിച്ചാൽ അത് ഹറാമ്, കുറ്റമാണ്, ഇസ്ലാമിനെ പറയിപ്പിക്കലാണോ, ദീനിനെ പറയിപ്പിക്കൽ? ഇങ്ങോട്ടൊക്കെ വേളം മാറാൻ അല്ലേ? ഇത് പള്ളിയിൽ നടന്ന സംഭവമാണ്. പറഞ്ഞ രൂക്ഷമായി രക്തം പതച്ചു കയറി അങ്ങട്ടെല്ലാം പറയുന്നത് മനസ്സിലായി നിങ്ങള്? അപ്പൊ ഇതേ നടന്ന് പള്ളി ആ ദീനിന് നിനക്കാത്ത ഉസ്താദിന്റെ വാർത്ത കംപ്ലീറ്റ് നിങ്ങൾ കേട്ടില്ലേ? ഉസ്താദിന്റെ വാർത്തകൾ കംപ്ലീറ്റ് കേട്ടിട്ടില്ല? നിങ്ങൾ കേട്ടിട്ടില്ല? പണ്ഡിതന്റെ കണ്ണീരാണ് നിങ്ങളിപ്പോ കണ്ടിട്ടുള്ളത്. ആ മനുഷ്യൻ ജോലി ചെയ്യുന്ന ആ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെതല്ലാത്ത കാരണത്തിന്റെ പേരില് ആ മനുഷ്യന്റെ മനസ്സിനെ അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു കമ്മിറ്റിക്കാര്, ആ നാട്ടിലെ ചില ആളുകൾ ആ മനുഷ്യന്റെ ഉപ്പാക്ക് വിളിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ മകന് ഈ നാട്ടിൽ ജോലി ചെയ്യാനുള്ള ക്വാളിറ്റി ഇല്ല. ആ മനുഷ്യന്റെ ഒരുപാട് ഉപ്പാക്ക് വിളിച്ചു പറയാ. അപ്പൊ നേരത്തെ ഉമ്മാക്ക് എന്ന് പറഞ്ഞ ഇപ്പൊ ഉപ്പാക്കുന്നതല്ലേ? ഇതിലൊക്കെ ഒന്ന് ഉറച്ചു നിൽക്കുക എന്റെ സാബിർത്താത്ത. പള്ളിയിൽ നിൽക്കാനുള്ള ക്വാളിറ്റി ഇല്ല. ഉണ്ടാവും എങ്ങനെയാ ക്വാളിറ്റി ഉണ്ടാവുക? ആ ഉസ്താദ് അള്ളാഹു പറയും പോലെ സത്യസന്ധതയിൽ നടക്കുന്ന ഒരു മനുഷ്യനല്ലേ? എടോ, ഇന്ന് കച്ചവടം ചെയ്യണമെങ്കിൽ കുറച്ച് ബമ്മട്ടും കള്ളത്തരം പഠിക്കണം, പള്ളിയിൽ നിൽക്കണമെങ്കിലും കുറച്ച് കള്ളത്തരം ബമ്മട്ടും പഠിക്കണം. പക്ഷെ ഒന്നും പഠിക്കാത്ത എന്നെ പോലത്തെ നല്ല വ്യക്തികൾക്ക് എവിടെയും ഒരു സ്ഥാനം ഉണ്ടാവൂല. എന്നെ പോലത്തെ മുസ്താനെ പോലത്തെ നല്ല മനുഷ്യന്മാർക്ക് ഒരു സ്ഥാനവും ഉണ്ടാവൂല. ഞാനത് കണ്ടവർ. മാഷാ അല്ലാഹ്, എന്നെ പോലത്തെയും ഉസ്താദന്മാരെ പോലത്തെയും നല്ലവർക്ക് ഒരു സ്ഥാനവും ഉണ്ടായില്ല. സാബിർത്താത്താന്റെ സ്ഥാനം ജനങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ഉണ്ടെന്ന് സാബിർത്താത്തന്നെ പറഞ്ഞു. കാണുമ്പോൾ സെൽഫി അടിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതിലും പിന്നെ എന്ത് വേണ്ട സാബിർത്താത്ത ഇതിനെ കാട്ടി കൂടുതൽ?